ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് പീര തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം. മീൻ പീരയുടെ അതേ രുചിയിലുള്ള ഈ കോവയ്ക്കയുടെ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. വെജിറ്റേറിയൻകാർക്കും അതുപോലെ നോയമ്പ് കാലത്തേക്കും വളരെ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോവയ്ക്ക 1/2 കിലോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം കോവയ്ക്ക നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. തേങ്ങ ചുരണ്ടിയെടുത്തത് 1/2 മുറി, പച്ചമുളക് 3 എണ്ണം, മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 5 അല്ലി, 1 തണ്ട് കറിവേപ്പില, ചെറിയ ഉള്ളി 12 എണ്ണം. ഇതെല്ലാം ചതച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുടംപുളി 2-3 ചുള, ഇത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. വറുത്ത് പൊടിച്ച ഉലുവ 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, ഉണക്കമുളക് 2-3 എണ്ണം. ഇത് രണ്ടും താളിച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ വേണം. ഇത് നമുക്ക് അവസാനം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാനായിട്ട് ഞാനൊരു 12 ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില, 5 വെളുത്തുള്ളി, പിന്നെ വലിയ 3 പച്ചമുളക്, മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരകല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ ചേർക്കേണ്ട ഈ അരമുറി തേങ്ങ നമ്മൾ ഇതുപോലെ നല്ല പൊടിയായിട്ടാണ് തിരുമ്മി എടുത്തിരിക്കുന്നതെങ്കിൽ ചതയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലുതായിട്ടാണ് തേങ്ങ തിരുമ്മി എടുത്തിരിക്കുന്നതെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചതച്ചെടുക്കണം. നമുക്കിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക നന്നായിട്ട് കഴുകി എടുത്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളഞ്ഞ ശേഷം വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അരകല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാൻ വളരെ നൈസായിട്ടാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ക്രഷ് ചെയ്തിട്ടില്ല. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് ഇതുപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഒരുപാട് ബലം കൊടുത്ത് തിരുമ്മരുത്. കോവയ്ക്ക ഉടഞ്ഞു പോകാതെ ഇതുപോലെ ലൈറ്റായിട്ട് എന്നാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിരിക്കാം. അടുത്തായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുക് മുഴുവനും ഏകദേശം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുടംപുളി സോക്ക് ചെയ്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം അതിൽ കൂടാൻ പാടില്ല. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 3 വലിയ പച്ചമുളകാണ് ചതച്ച് ചേർത്തത്. നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതേസമയം മുളക് പൊടി ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. മുളക് പൊടി അത്ര നിർബന്ധമല്ല.
അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 6-7 മിനിറ്റ് നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അതിനെയും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിനി ഇതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യണം. ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ നന്നായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോവയ്ക്ക പീര ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഈ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. മൂടി വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം വേണം സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ. അപ്പോൾ നമ്മുടെ രുചികരമായ കോവയ്ക്ക പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് റൈസിനും അതുപോലെ തന്നെ കഞ്ഞിക്കും ഒപ്പം എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ്. മീൻ കഴിക്കത്തില്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക് യു.